ഹലോ കൂട്ടുകാരെ, പൊന്നാണ് ചീര. കാൽഷ്യം ചീര എന്നറിയപ്പെടുന്ന പച്ച, പിങ്ക്, ബ്രൗൺ നിറത്തിൽ അറിയപ്പെടുന്ന പൊന്നാങ്കണ്ണി ചീരയാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. കാൽഷ്യം, ഫോസ്ഫറസ്, വിറ്റാമിൻ എ, ബി, സി തുടങ്ങിയവ നേത്രരോഗങ്ങൾക്കും വയറുവേദന, വായ്പുണ്ണ്, മലബന്ധം, അമിതവണ്ണം തടയാനും ഗുണപ്രദമായ പൊന്നാങ്കണ്ണി ചീരയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ പൊന്നാങ്കണ്ണി ചീര എങ്ങനെയാണ് തോരൻ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പം ഇപ്പം എൻ്റെ തോട്ടത്തിലെ പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ചെറിയ തണ്ടുകളാണ് തോരൻ വയ്ക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് പറിച്ചിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ ചീരയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ചെറിയ തണ്ടുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ചെറിയ ഇതളുകൾ, കൂടുതൽ തണ്ട് മൊത്തത്തിൽ പറിച്ചെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതവിടെ നിന്ന് തന്നെ വീണ്ടും അത് കിളിച്ച് വരും. നല്ല കാട് പോലെ വരുന്നതാണ് പൊന്നാങ്കണ്ണി ചീര. വളരെ ഗുണപ്രദമായിട്ടുള്ളൊരു ചീരയാണ് കേട്ടോ ഇത്. അപ്പോൾ ചിലർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും. അപ്പോൾ നമുക്കിത് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പോകാം. ആദ്യമേ തന്നെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലൊന്ന് ചെറുതായിട്ട് നുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി കുഞ്ഞതാക്കണ്ട, ചെറിയ രീതിയിൽ നുറുക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യമേ തന്നെ 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക കേട്ടോ. ചിലർ ഇതിനകത്ത് ഉഴുന്നൊക്കെ ചേർക്കാറുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് പരിപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടി. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി 1 കൈപ്പിടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 4 or 5 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക. ഞാനിവിടെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, തൊലി കളയാതെ തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. 4-5 വെളുത്തുള്ളി അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒരു പകുതി മൂപ്പാകുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ മൂപ്പിച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പൊന്നാങ്കണ്ണി ചീര ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊന്നാങ്കണ്ണി ചീര ഇപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് വഴറ്റി കഴിയുമ്പോൾ ഏത് ചീരയാണെങ്കിലും അതിൻ്റെ പകുതിയാവും. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു എരിവിന് വേണ്ടി നമ്മളൊരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ടതിന് ശേഷം എല്ലാം കൂടി ഒന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് നമ്മളിത് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, തുറന്ന് തന്നെ വെച്ച് വേവിച്ചാൽ മതി. ഇത് നമ്മുടെ പിങ്ക് കളറിലെ പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ. ഇത് ഓരോ നാട്ടിലും ചില സ്ഥലത്ത് പച്ച കളറിലെയും ബ്രൗൺ കളിലെയും ഒക്കെ കാണാറുണ്ട്. ഇതിന് ചിലർ പറയും പൊന്നാങ്കണ്ണി ചീരയ്ക്ക് ചെറിയൊരു കയ്പുണ്ടെന്ന്. പക്ഷേ ഈ പിങ്ക് കളറിലെ പൊന്നാങ്കണ്ണി ചീരയ്ക്ക് ഒരു കയ്പുമില്ല കേട്ടോ. അപ്പോൾ ഇത് തുറന്ന് വെച്ച് തന്നെയാണ് ഞാൻ വേവിച്ചത്, അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നല്ലതുപോലെ നമ്മൾ ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റി ഒന്ന് നല്ലൊരു ഇതായിട്ട് വരും, നല്ലൊരു മണം വരും കേട്ടോ. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര നല്ലതുപോലെ വെന്ത് വഴണ്ടി വന്നിട്ടുണ്ട്. ലാസ്റ്റ് അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പൊന്നാങ്കണ്ണി ചീര തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഗുണപ്രദമാണ്. ഇത് പറയാൻ പറ്റാത്ത രീതിയിൽ ഗുണപ്രദമാണ്. കാരണം ഒരുപാടുണ്ട് നമുക്കിതിനെക്കുറിച്ച് ഗുണങ്ങൾ പറയാൻ. നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങളിതൊരു നമ്മുടെ നഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ച് വെക്കാവുന്ന ഒരു ചെറിയൊരു കമ്പ് മേടിച്ച് വെച്ചാൽ തന്നെ ഇഷ്ടം പോലെ ആകും ഇതിൻ്റെ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീട്ടിലുള്ളവരൊന്ന് തയ്യാറാക്കി നോക്കിയേ.
അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.